ഹായ് എവരിവൺ, വെൽക്കം ടു അവർ ഫാമിലി. അപ്പോൾ ഇന്നൊരു വ്ളോഗാണ്. ഞങ്ങൾ ട്രിവാൻഡ്രത്ത് തിരിച്ച് പോവുകയാണ്. വാമി നല്ല സുഖം ഉറക്കമാണ് രാവിലെ. അപ്പോൾ വാമി ഇങ്ങനെ ഒറ്റയ്ക്ക് കിടത്തുമ്പോഴത്തേക്കും സേഫിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റാണ് ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആവും. ഇത് ലവ് ലാപ്പിൻ്റെ ബെഡ് റെയിലാണ് കേട്ടോ. കുഞ്ഞുങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് കിടത്തുമ്പോൾ വളരെ സേഫായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്ന ഒരു സാധനമാണ് ലവ് ലാപ്പിൻ്റെ ബെഡ് റെയിൽ. ഇത് ഡിഫറെൻറ്റ് കളേഴ്സിൽ അവൈലബിൾ ആണ്. ഇതിപ്പോൾ റെഡാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ സ്ഥിരം വാമിക്ക് യൂസ് ചെയ്യുന്ന ഇതാണ്. ഇത് ഈ ഒരു 1 ടച്ച് ഓപ്പറേഷൻ കൂടിയാണ് വരുന്നത്. നമ്മൾക്ക് ഇത് വെച്ചിട്ട് ഇങ്ങനെ താഴ്ത്തി കുഞ്ഞുങ്ങൾ എണീക്കുമ്പോഴത്തേക്കും എടുക്കാനൊക്കെ പറ്റും. ഇപ്പോഴത്തെ സൈഡും അതുപോലെ സെയിം ബട്ടൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. ഇതൊരു വണ്ടർഫുൾ പ്രോഡക്റ്റാണ്. ഏത് ബെഡിനോട് കൂടിയും നമ്മൾക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 180 × 72 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇത് നമ്മൾക്ക് നല്ല ഫിക്സബിളായിട്ട് വെക്കാനായിട്ട് ഒരു ഫെൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവർ. അതുപോലെ തന്നെ നമ്മൾക്ക് ബേബി സേഫ്റ്റി എൻഷുർ ചെയ്യുന്ന നല്ല ഫീച്ചർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണിത്. പിന്നെ നമുക്ക് കുഞ്ഞിനെ വ്യൂ ചെയ്യാൻ പറ്റും. ഒരു നല്ല വെന്റിലേഷന് കിട്ടാനുള്ള ഒരു സ്പേസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഫെൻസ്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഫെൻസാണിത്. പിന്നെ നമ്മൾക്കിവിടെ ഒരു ചെറിയ ബാസ്ക്കറ്റ് പോലെ പ്രൊവൈഡ് ചെയ്തിട്ട്, ബാസ്ക്കറ്റ് അല്ല, ഇവിടെ നമ്മൾക്ക് കുഞ്ഞുങ്ങളുടെ എന്തെങ്കിലും ബോട്ടിൽസോ വേറെ ടോയ്സോ എന്തെങ്കിലുമൊക്കെ വെക്കാനുള്ള ഒരു ചെറിയ സ്പേസും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വിക്കറ്റും ചിക്കനൊക്കെ മേടിച്ചിട്ടുള്ള വരവാണ് ഈ കാണുന്നത്. അതില്ല, മൈകോടായി വിൽക്കുമ്പോൾ പൊട്ടനെന്ന്. അങ്ങനെ വാമ എഴുന്നേറ്റ് വന്നു. ഇന്ന് വേറൊരു കാര്യമുള്ളത്, ആദ്യം അതായത് ഏട്ടൻ്റെ കുട്ടിയും അതുപോലെ അവൻ്റെ അമ്മയുടെ വീട്ടിലോട്ട് പോവുകയാണ്. വെക്കേഷൻ ആയതുകൊണ്ട് അവനും അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ വാമി കുറച്ച് സങ്കടത്തിലാണ് അവൻ പോകുന്നത് കൊണ്ട്. ഈ തുണിയില്ലേ ഇതിൽ ഇങ്ങനെ മാവ് ഒഴിക്കും, എന്നിട്ട് ചട്ടിയിൽ അപ്പൊ തയ്ക്കും. എന്റെ മാവ് പോലെയുണ്ട്. ഇഡ്ലി കഴിക്കാം. ട്രെയിനിൽ പോലെ വാമി വേണമെങ്കിൽ ഒരു ട്രെയിൻ കൊണ്ടുപോയിക്കോ. പാവം വാമി അപ്പുറത്ത് ഏട്ടൻ്റെ കുട്ടിയുടെ കൂടെ പോകുന്നത് കൊണ്ട് ഇന്ന് നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അവരുടെ കൂടെയാണ് ഇന്ന് കഴിച്ചത്. അപ്പോൾ വിക്കറ്റ് എന്തേ കുളിച്ച് റെഡിയായി വന്നു ഓഫീസിൽ പോകാനായിട്ട്.
വിക്കേട്ട് എറിഞ്ഞു കൊടുത്തല്ലേ അവൾക്ക് സോക്സ്? കുട്ടിയല്ലോ ഗ്ലാമറൊക്കെ പോകും. അങ്ങനെ വിക്കേറ്റിന് ഓഫീസിൽ പോകുന്ന മാമ സങ്കടത്തോടെ നോക്കി കാണുവാണ്. പക്ഷേ ഇത് അതിനുള്ള പുറപ്പാടല്ല. നീ എന്തുവാണ് നിനക്ക്? ഞാൻ റൂമിലെത്തി ബെഡിങ്സ് ഒക്കെ ശരിയാക്കി. പിന്നിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ്. വിക്കറ്റും പോയതിനു ശേഷമാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അടുത്ത് നമ്മൾ ഉള്ളിയൊക്കെ റെഡിയാക്കുവാണ്. ഉച്ചയ്ക്കത്തേക്കുള്ള എല്ലാം റെഡിയായി. ക്യൂക്കുംബർ സാലഡ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ നെയ്ച്ചോറാണ് വെച്ചത് കേട്ടോ. അമ്മയാണ് നെയ്ച്ചോറ് വെച്ചത്. ഞാൻ ചിക്കൻ കറി വെച്ചു. എൻ്റെ ചിക്കൻ കറി ഇപ്പോൾ വരുന്നതാണ്. ദേ അല്ലേ, ഹാ നല്ല മണം, നല്ല കളർ. എന്താ കളർ? അങ്ങനെ വാമി റൈസ് കഴിക്കാൻ റെഡിയായി വന്നിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ അവൾക്ക് ഇങ്ങനെ ഒരു ഷേപ്പിലെടുക്കുന്നുണ്ട്. വാമിയുടെ റിയാക്ഷൻ നമുക്ക് നോക്കാം. ആ ചിക്കൻ എടുത്ത് താഴെ വെക്കാത്ത എന്താന്ന്? നീ താഴെ വെച്ചോ. ചൂടുണ്ട്, ചെറിയ ചൂടുണ്ട്. ചൂട് മാറിയിട്ട് ഉണ്ണിയപ്പം. അത് ഞാൻ ബാഗ് പാക്ക് ചെയ്ത് വെക്കാൻ പോവാണ്. അപ്പോൾ ഈ ബാഗ് വാമിക്കുള്ള ബാഗാണ്. വാമിയുടെ ഐറ്റംസൊക്കെ മെയിൻലി വെക്കുന്ന ബാഗാണിത്. അതുപോലെ എനിക്കൊരു കുഞ്ഞു ട്രോളി ബാഗും കൂടെ ഉണ്ട്. ആ ബാഗിൽ ഞാൻ എൻ്റെ ഡ്രസ്സസൊക്കെ വെക്കും. അപ്പോൾ എനിക്കും മാമിക്ക് ഈ 2 ബാഗ് മാത്രമേ ഉള്ളൂ. പിന്നെ അധികം ഡ്രസ്സസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാറില്ല. ആവശ്യമുള്ള ഡ്രസ്സസ് 2 വീട്ടിലുണ്ടാണ്, കുഴപ്പമില്ല. പിന്നെ വാമിയുടെ ഒരു കുട്ടി ബാഗ് കൂടെ ഉണ്ട്. ഈ ബാഗിനകത്ത് വാമിക്കുള്ള കുഞ്ഞ് ഐറ്റംസ് ഒക്കെ വെക്കാറുള്ളൂ. അപ്പോൾ ഇത് വാട്ടർ ബോട്ടിൽ വെക്കുന്നുണ്ട്. അത് മാത്രമേ വെക്കാറുള്ളൂ. പിന്നെ എന്തെങ്കിലും കുഞ്ഞ് സ്ലൈഡോ ക്ലിപ്സോ അങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് വെക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈവനിങ് ആയപ്പോൾ വാമിയുടെ കുട്ടിപ്പട്ടാളംസ് ഒക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എല്ലാവർക്കും അറിയാൻ വന്നിട്ട് വേണ്ടത് പോവാണെന്ന്. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്. പാവം. അവളൊന്നും നോക്കാനില്ല, നീ മാറും. നീ ഇനി ഒന്നും ചെയ്യണ്ട, നീ ഇങ്ങോട്ട് വാ. വരച്ചോ, നീ ആരെ വിളിക്കാം, എന്നെ വരയ്ക്കോ? ഇവിടുന്ന് പോകുമ്പോഴത്തേക്കും ഞാൻ കൊണ്ടുപോകാനായിട്ട് 2-3 സാധനങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൊരെണ്ണമാണ് ഈ ഒരു
പൊന്നാങ്കണ്ണി ചീര. അത് ഹെൽത്തിന് നല്ല ബെനിഫിറ്റ് ആയതുകൊണ്ട് ഇവിടെ ഇഷ്ടംപോലെ ഉള്ളത് കൊണ്ട് ഞാൻ ഇതിൻ്റെ ഒരു തണ്ടെടുക്കുകയാണ്. അത് നമ്മൾക്ക് സ്റ്റെം വഴി ചെയ്യാൻ പറ്റും. അപ്പോൾ അതെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മണി പ്ലാന്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വള്ളി പോലെ പടർന്ന് പോകും. ലൈവ് പ്ലാന്റ് ആണ്. നല്ല ഒരു ഇൻഡോറുമായിട്ടും ഔട്ട്ഡോറായിട്ടും വെക്കാൻ പറ്റിയ ഒരു നല്ല ചെടിയാണ്. അപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് അത് ഞാൻ എടുക്കുവാണ്. അങ്ങനെ മണി പ്ലാന്റ് ഉണ്ട്, പൊന്നാങ്കണ്ണി ചീരയുണ്ട്, അതുപോലെ മണിത്തക്കാളി എന്ന് പറഞ്ഞ സാധനമുണ്ട് കേട്ടോ. അത് ഇതിനകത്ത് സീഡാണ്. ഇവിടെ ഇരിപ്പുണ്ട്. ഇതാണ് മണിത്തക്കാളി ചീരയുടെ സീഡ്. അപ്പോൾ അതും എടുക്കുന്നുണ്ട്. അതും ഇവിടെ ഉള്ളതാണ്. അപ്പോൾ അമ്മ അതെനിക്ക് എടുത്തു തന്നു. അപ്പോൾ ഇത് മൂന്നും കൊണ്ടുപോയി നമുക്ക് ട്രിവാൻഡ്രത്ത് നടണം. അതും എനിക്ക് കാണണം ചിപ്സ്. ഫ്രിഡ്ജിൽ അതെടുത്തിട്ട് വരാൻ നമ്മൾ താഴോട്ട് പോകുമ്പോൾ നോക്കാം. താഴെ പോടിന്ന് പറഞ്ഞിട്ട് അച്ഛൻ കുളിച്ചിട്ട് പോവാം മക്കളെ. ഒരുമിച്ച് പോവാം. ഇടയ്ക്ക് കുറച്ച് വീഡിയോസൊക്കെ മിക്സിങ് ആണ്. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. രാവിലെ 1:20 ട്രെയിൻ പാലക്കാട് ജംഗ്ഷനിൽ നിന്നാണ്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ നമ്മളെ വീട്ടിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വെറും ഒരു 10 മിനിറ്റേ ഉള്ളൂ. സെക്കൻഡ് AC ആണ് നമ്മളെപ്പോഴും ട്രാവൽ ചെയ്യുന്നത്. അതാകുമ്പോൾ സീറ്റിങ്ങും കുറച്ചുകൂടെ ഒന്ന് കംഫർട്ടബിൾ കിട്ടും. അതുകൊണ്ട് വാമി ഞാനും ഉറങ്ങാൻ പോവാണ്. മോർണിംഗ് ആയി. ഒരു 8:30 ആകുമ്പോഴത്തേക്കും ട്രിവാൻഡ്രത്ത് എത്തും. അപ്പോൾ വാമി പുറം കാഴ്ചകൾ കാണുന്നുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ വീടെത്തി. ഹോ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സാക്ഷിയും ടെസ്സും ഇവിടെ ഉണ്ട്. ദൈവമേ, അല്ല ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പാലക്കാടിൽ നിന്ന് ഞാൻ എടുത്തിട്ട് വന്നതാ. ഇത് മറ്റേ നമ്മുടെ ഫിറോസ് പ്രൊമോഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് കഴിച്ചു കഴിഞ്ഞാൽ മക്കളായ ബഹിരാകാശം കാണാം. ഇത് പാലക്കാട് മാത്രം. പട്ടി ഇവിടെ ഇത് ഇങ്ങനെ ഇത് മറ്റേ ഇത് തന്നെ നമ്മൾ ചീര. അങ്ങനെ ഞാൻ പാലക്കാടിൽ നിന്ന് എടുത്തിട്ട് വന്ന എല്ലാ സാധനങ്ങളും ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. മണി പ്ലാന്റ് നട്ടുപിടിപ്പിച്ചു, ഒരെണ്ണം വെള്ളത്തിലിട്ടു. അതുപോലെ പൊന്നാങ്കണ്ണി ചീരയും മണിത്തക്കാളിയൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.